ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്ഥലം കേട്ടോ, ഇത് ബാറാണ്. ഇതല്ല, ഇതിനോട് ചേർന്ന് അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം. ഈ വഴി കാണുമ്പോഴും ഈ സ്ഥലം കാണുമ്പോഴും ഈ റോഡ് കാണുമ്പോഴും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം ഏതാണെന്ന് പെട്ടെന്ന് തിരൂക്കാർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഈ സ്ഥലം ഏതാണെന്നും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പോയിട്ടുള്ളത്, ഇവിടെ കണ്ടത് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വന്നിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊരു അനാഥ പ്രേതാലയം പോലെ കിടക്കുകയാണല്ലേ, ഒന്നുമില്ലാണ്ട്. ഒരു കാലത്ത് എന്തോരം ആളുകൾ വന്ന് പോയിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് വിശ്വാസ് തിയേറ്ററാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായിട്ട് സിനിമ കാണാൻ വന്ന തിയേറ്ററാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയായിട്ടാണ് കണ്ടത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സിനിമ കാണാൻ. ആ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അതങ്ങ് നാശകോശമായി കിടക്കുകയാണ്. എത്ര പേര് ഈ തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് രാവിലെ ട്യൂഷന് വരുമ്പോൾ ഭയങ്കര തണുപ്പ്. വാക്കാട് നിന്ന് വരുന്ന സമയത്ത് ബൈക്കിലിങ്ങനെ വരുമ്പോൾ തണുത്തിട്ട് നമുക്ക് ഊട്ടിക്കും കൊടൈക്കനാൽക്കൊന്നും പോകേണ്ടത് ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ വാക്കാട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കോടയും കാണാം, നല്ല തണുപ്പുമാണ്. ഇങ്ങനെ പല്ലിങ്ങനെ കൂട്ടിയിടിക്കുന്ന തണുപ്പാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് എന്നെ ആ പുതിയങ്ങാടി ഭാഗത്ത് നിർത്തിയാൽ മതി, മുപ്പൊരാൾക്ക് അപ്പുറത്ത് ട്യൂഷൻ പോകേണ്ടത്, ഞാൻ ഇങ്ങോട്ട് പോകും. പ്രോമിസ് അങ്ങോട്ടാണ്, ഇൻസൈറ്റ് ഇങ്ങോട്ടാണ്. ഹസ്ബൻഡ് പ്രോമിസിലാണ് പോകുന്നത്, ഞാൻ ഇൻസൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻസൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ നടത്തുമായിക്കോളും, ആ തണുപ്പൊന്ന് വിട്ടോളും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇറങ്ങിയതാണ്. ഇൻസൈറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ബൈക്കിൽ വരുന്ന തണുപ്പൊക്കെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വല്യപ്പ സൈക്കിളോട്ട് വരുന്നത് കണ്ടത്. എൻ്റെ ഇൻസൈറ്റിനോട് ചേർന്ന ഭാഗത്ത് എന്തൊക്കെയോ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണെന്ന് തോന്നുന്നു ആ വല്യപ്പയ്ക്ക് ജോലി. ഇപ്പോഴും സൈക്കിളൊക്കെ ചവിട്ടി ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ, ഇത്രയും പ്രായമായിട്ടും ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നടന്നതാ ഞാൻ എൻ്റെ ഇൻസൈറ്റിലെത്തിക്കഴിഞ്ഞു. ഇന്ന് സ്കൂളില്ല, ഇന്ന് ശനിയാഴ്ചയാണ്, 2 മണിക്കൂർ ട്യൂഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.